ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ സൂക്ഷ്മമായ കണക്കുകൂട്ടൽ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ചലനങ്ങളുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ പരിശോധിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് നോക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വെള്ളി 2026 ഓഗസ്റ്റ് 7. ഇന്ന് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ നവമി തിഥിയാണ്. നവമി തിഥി കർമ്മശേഷി വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീക്കാനും വളരെ ഉത്തമമാണ്. കാർത്തിക നക്ഷത്രമാണ് ഇന്ന്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഊർജം നൽകുന്നു. ഉച്ചയ്ക്ക് 12:11 വരെ വൃദ്ധിയോഗമുണ്ട്. ഇത് ഐശ്വര്യവും പുരോഗതിയും പ്രദാനം ചെയ്യുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6 മണിക്ക്, സൂര്യാസ്തമയം വൈകുന്നേരം 7:06 രാവിലെ 10:54 മുതൽ ഉച്ചയ്ക്ക് 12:33 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് ക്ഷമയുടെയും വിവേകത്തിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. ഗ്രഹനില അനുസരിച്ച് ഇന്ന് വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സ്വാധീനം കാരണം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ അല്പം അസ്വസ്ഥത അനുഭവപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളിൽ ദേഷ്യം നിയന്ത്രിക്കുകയും ശാന്തമായിരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വീട്ടിലെ അന്തരീക്ഷം വഷളാകാതിരിക്കാൻ നിങ്ങൾ മുൻകൈ എടുത്ത് തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളതിനാൽ ഇന്ന് പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് മാനസിക ശാന്തി നൽകും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ മനസ്സ് ശാന്തമാക്കാൻ യോഗ ചെയ്യുക. യുവജനങ്ങൾ ഇന്ന് പ്രണയബന്ധത്തിലോ സുഹൃത്തുക്കളോടോ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളുടെ സമ്മർദ്ദം വർദ്ധിച്ചേക്കാം. എന്നാൽ ക്ഷമയോടെ പെരുമാറിയാൽ എല്ലാം ഭംഗിയായി നടക്കും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ആരുമായും തർക്കിക്കരുത്. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവർ പറയുന്നത് അവഗണിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും കഴിയുന്നത്ര തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇന്നത്തെ ശുഭകരമായ കാര്യം പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുക. ചെടികൾക്ക് വെള്ളമൊഴിക്കുകയോ പാർക്കിൽ നടക്കാൻ പോവുകയോ ചെയ്യുക. ഇത് നെഗറ്റീവ് എനർജി അകറ്റാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമ പാലിക്കുന്നതാണോ അതോ സ്വന്തം അഭിപ്രായം ഉറപ്പിച്ചു പറയുന്നതാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളോട് കമൻറ്റിലൂടെ പങ്കുവയ്ക്കുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക.
നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളി നിങ്ങൾക്ക് വളരെ സന്തോഷകരവും സംതൃപ്തി നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ ഇടവത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവത്തിലെ ദയയും സഹാനുഭൂതിയും ഇന്ന് കൂടുതൽ പ്രകടമാക്കാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും വളരെ ഉത്തമമാണ്. നിങ്ങളുടെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് സഹായം നൽകാൻ നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ഓർക്കുക, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന സഹായം മറ്റുള്ളവരുടെ അനുഗ്രഹം നേടിക്കൊടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വലിയൊരു മാനസിക സമാധാനം നൽകുകയും ചെയ്യും. എന്നാൽ ഒരു ചെറിയ മുന്നറിയിപ്പ്: ഇന്ന് ആരെയും അന്ധമായി വിശ്വസിക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ തിടുക്കം കാണിക്കരുത്. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ താൽപ്പര്യം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ നിറവേറ്റാൻ സാധിക്കും. വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കുമെങ്കിലും ജോലിഭാരം കൂടാൻ സാധ്യതയുള്ളതിനാൽ ഇടയ്ക്ക് വിശ്രമം എടുക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ഇന്നത്തെ ദിവസം ഒരു പുണ്യകർമ്മമായി വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2:30 മുതൽ 3:40 വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജീവിതത്തിൽ വിധിയാണോ അതോ കർമ്മമാണോ വലുത്? കമൻറ്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7 നിങ്ങൾക്ക് വളരെ ശാന്തവും സന്തോഷകരവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രനിടവം രാശിയിലേക്ക് മാറുന്നതോടെ മനസ്സിന് നല്ലൊരു ഉന്മേഷവും സമാധാനവും അനുഭവപ്പെടും. ഇന്ന് നിങ്ങളുടെ സന്തോഷം മറ്റാരെയും ബാധിക്കാൻ അനുവദിക്കരുത്. നിങ്ങളെ അനാവശ്യമായി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചുറ്റുമുണ്ടാകാം. എന്നാൽ അവരെ അവഗണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ശാന്തമായ സമയം ഒരു സമ്മാനമായി കണ്ട് പരമാവധി ആസ്വദിക്കുക. വ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് നല്ല ദിവസമാണ്. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. എന്നാൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ സന്തോഷകരമായിരിക്കും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കരുത്. മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. ഒരു ചെറിയ മുന്നറിയിപ്പ്: ഇന്ന് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുക. ആരെയും അമിതമായി വിശ്വസിക്കരുത് സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനം ആണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.
പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് അല്പം മന്ദത അനുഭവപ്പെടാവുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ ജോലിഭാരം കാരണം നിങ്ങൾക്ക് അല്പം ക്ഷീണം തോന്നിയേക്കാം. കാര്യങ്ങൾ അല്പം താളം തെറ്റിയതായി തോന്നിയേക്കാം. എന്നാൽ വിഷമിക്കേണ്ട, ഇത് താൽക്കാലികം മാത്രമാണ്. നിങ്ങൾ വളരെ മനക്കരുത്തുള്ളവരാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇന്ന് തിരക്ക് കൂട്ടാതെ സാവധാനം കാര്യങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ കഴിവിൽ കൂടുതൽ ഭാരം ഏറ്റെടുക്കരുത്. പച്ച നിറം ഒഴികെ ഏത് നിറവും ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 വരെ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ നല്ല സമയമാണ്. പഴയ സുഹൃത്തുക്കളെ വിളിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നാം. അതിനാൽ ഇടവേളകൾ എടുത്തു പഠിക്കുക. യുവജനങ്ങൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ശാന്തത പാലിക്കുക. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളുടെ സമ്മർദ്ദം കുറച്ച് അല്പം വിശ്രമിക്കാൻ ശ്രമിക്കുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. സഹപ്രവർത്തകരുമായി തർക്കിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. ഇന്നത്തെ പുണ്യകർമ്മം: ഇന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കുടിക്കാൻ വെള്ളമോ തണുത്ത പാനീയമോ നൽകുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ? കമന്റിൽ പറയൂ. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളി നിങ്ങൾക്ക് വൈകാരികമായ ആത്മപരിശോധനയുടെ ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഴയ തെറ്റുകൾ തിരുത്താനും ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാവിലെ 10 മുതൽ 12 വരെ ചെയ്യുന്നതാണ് ഉചിതം. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റ് ആണ്. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ സംരക്ഷണത്തിനായി ഒരു ചെറിയ ലോഹ കവചമോ നാണയമോ കൂടെ കരുതുക. ഒരു പുസ്തകം വായിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശാന്തമായ ഒരിടം കണ്ടെത്തുക. കേതുവിൻ്റെ സ്വാധീനം മൂലം ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ക്ഷമയോടെ ഇരിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ദിവസമാണ്. പങ്കാളിയോട് തുറന്നു സംസാരിക്കുക. എന്നാൽ ദേഷ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർക്ക് വീടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. വീട് വൃത്തിയാക്കുന്നതും പഴയ സാധനങ്ങൾ മാറ്റുന്നതും നിങ്ങൾക്ക് സന്തോഷം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത ആവശ്യമാണ്. ജോലിസ്ഥലത്ത് ആരെയും അമിതമായി വിശ്വസിക്കരുത്. ചൊവ്വയുടെ സ്ഥാനം മൂലം ദേഷ്യം വരാൻ സാധ്യതയുള്ളതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹനപ്രശ്നങ്ങളോ സന്ധിവേദനയോ അവഗണിക്കരുത്. ഇന്നത്തെ മുന്നറിയിപ്പും ഉപദേശവും: ഇന്ന് മറ്റുള്ളവർക്ക് അനാവശ്യമായി ഉപദേശം നൽകുന്നത് ഒഴിവാക്കുക. ഒരു പുസ്തകം വായിച്ച് അറിവ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമാധാനം നൽകുന്ന കാര്യം ഏതാണ്? പ്രകൃതി, സംഗീതം അതോ വായന? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയ വാതിലുകൾ തുറക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരും. നിങ്ങളുടെ പങ്കാളിയുമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായോ സമയം ചെലവഴിക്കാൻ ഇന്ന് മികച്ച അവസരം ലഭിക്കും.
നിങ്ങളുടെ രാശിയിൽ ശുക്രൻ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിത്വം ഇന്ന് കൂടുതൽ ആകർഷകമായിരിക്കും. എന്നാൽ ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ ഉള്ളതിനാൽ ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടാം. അതിനാൽ ക്ഷമ പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. വീട്ടിലെ അന്തരീക്ഷം ഇന്ന് വളരെ ശാന്തവും സന്തോഷകരവുമായിരിക്കും. അതിനാൽ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ദിവസമാണ്. ഭാവിയിൽ കരിയറിന് സഹായിക്കുന്ന ഏതെങ്കിലും പുതിയ ഹോബി തുടങ്ങാൻ ശ്രമിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ പ്രത്യേകമായ ദിവസമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഇന്ന് അവസരം ലഭിക്കും. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം പഴയ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള ദിവസമാണ്. വീട്ടുജോലികളിൽ നിന്ന് അല്പം സമയം കണ്ടെത്തി നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായത്. ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ അകറ്റാൻ സഹായിക്കും. മുൻകരുതൽ എന്ന നിലയിൽ ഇന്ന് ആരുമായും തർക്കിക്കരുത്. ദേഷ്യം നിയന്ത്രിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ പ്രണയമാണോ അതോ കരിയറാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 8ാം ഭാവത്തിൽ, അതായത് ഇടവം രാശിയിൽ കൃത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ കന്നി രാശിയിൽ നീചാവസ്ഥയിലായതിനാൽ ജോലിസ്ഥലത്ത് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് വാദിക്കുന്നതിനേക്കാൾ നല്ലത് ശാന്തമായിരിക്കുക എന്നതാണ്. തുലാം രാശിക്കാർ പൊതുവെ ദയാലുക്കളും സമാധാനപ്രിയരുമാണ്. അതിനാൽ ഇന്ന് ആ ഗുണങ്ങൾ ഉപയോഗിക്കുക. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കുക. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ക്ഷമയോടെ നേരിടുക. ശനിയുടെ സ്വാധീനം മൂലം ഇന്ന് മാനസികമായ തളർച്ച അനുഭവപ്പെടാം. അതിനാൽ കൃത്യമായ വ്യായാമം ശീലിക്കുന്നത് നല്ലതാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മനസ്സ് ശാന്തമാക്കി ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമായിരിക്കും. സ്വന്തം ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കരുത്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത ആവശ്യമുള്ള ദിവസമാണ്. തർക്കങ്ങൾ ഒഴിവാക്കി ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധിവേദനയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ ശുഭസൂചന, ഇന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് ഭക്ഷണം നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റും. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ 7 മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ സത്യമാണോ അതോ സമാധാനമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7 നിങ്ങൾക്ക് ഭാഗ്യവും വിജയവും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 7ാം ഭാവത്തിൽ, അതായത് ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ മികച്ച ദിവസമാണ്.
നിങ്ങൾ ഇന്ന് എന്ത് സ്വപ്നം കാണുന്നുവോ അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് നിങ്ങളുടെ ആശയങ്ങൾ ഉറച്ച ശബ്ദത്തിൽ അവതരിപ്പിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ അവസരം ലഭിക്കുകയാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നാൽ ജോലിത്തിരക്കിനിടയിലും വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളും ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകുന്നേരം 6 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനി നിങ്ങളുടെ വൈകാരിക വളർച്ചയെ സ്വാധീനിക്കുന്നതിനാൽ മനസ്സിന്റെ ശാന്തിക്കായി നല്ല സംഗീതം കേൾക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. മുൻകരുതലായി ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7 നിങ്ങൾക്ക് വളരെ തിരക്കേറിയതും അല്പം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 6-ാം ഭാവത്തിൽ, അതായത് ഇടവം രാശിയിൽ കൃത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് ജോലിഭാരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒരേ സമയം പല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടി വരുന്നത് നിങ്ങളെ അല്പം തളർത്തിയേക്കാം. എന്നാൽ വിഷമിക്കേണ്ട. ഈ മാറ്റങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുതരും. ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാൻ വെള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. രാവിലെ 11 മണി മുതൽ 12:30 വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കും. ഇന്ന് ഒരു പുണ്യകർമ്മമായി മനസ്സിൽ നന്ദിയുള്ളവരായിരിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ അകറ്റാൻ സഹായിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസമായിരിക്കും. അതിനാൽ തിരക്കുകൂട്ടാതെ ശാന്തമായി പാഠങ്ങൾ ആവർത്തിക്കുക. യുവജനങ്ങൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികൾ കൂടുമെങ്കിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിസ്ഥലത്ത് ജാഗ്രത ആവശ്യമാണ്. ആരെയും അമിതമായി വിശ്വസിക്കരുത്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്നത്തെ ഒരു പ്രധാന ഉപദേശം: ഇന്ന് ആരുമായും തർക്കിക്കാൻ നിൽക്കരുത്. ദേഷ്യം നിയന്ത്രിക്കുക. ദേഷ്യം നിങ്ങളുടെ ചോദ്യം. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുന്ന ഒരു കാര്യം ഏതാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കും. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ മുന്നോട്ട് പോകുക. രാഹുവിൻ്റെ സ്വാധീനം മൂലം ഊർജത്തിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ കരിയറിൽ ശ്രദ്ധിക്കുക. പ്രണയകാര്യങ്ങളിൽ തിടുക്കം കാണിക്കരുത്. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തിൽ സമാധാനം ലഭിക്കും. എന്നാൽ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ശാന്തത പാലിക്കുക. തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക.
മുതിർന്നവർ ഇന്ന് മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇന്നത്തെ ശുഭസൂചന. ഇന്ന് ബ്രൗൺ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക. ഇന്ന് ആരുമായും വഴക്കിടരുത്. ശാന്തമായി പെരുമാറുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് അല്പം പ്രയാസകരമായ ദിവസമായിരിക്കാം. ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് 4-ാം ഭാവത്തിൽ ഇടവം രാശിയിലും കൃത്തിക നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനില നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയും അക്ഷമയും ഉണ്ടാക്കിയേക്കാം. എന്തുകൊണ്ടാണ് താൻ അസ്വസ്ഥനാകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് മനസ്സിന് ശാന്തി നൽകില്ല. സന്തോഷം എപ്പോഴും പുറത്തുനിന്നല്ല വരുന്നത്. അത് നമ്മൾ സ്വയം സൃഷ്ടിക്കേണ്ടതാണ് എന്ന് ഓർക്കുക. കാര്യങ്ങളെ ഉള്ളതുപോലെ അംഗീകരിക്കാൻ ശ്രമിക്കുക. ഇത് ജീവിതത്തിൽ കൂടുതൽ സമാധാനം നൽകും. നിങ്ങളുടെ സത്യസന്ധതയും ഉൾവിളിയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അതിനാൽ ഇന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് അല്പം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വൈകുന്നേരം 4 മണി വരെ വലിയ നിക്ഷേപങ്ങളോ തീരുമാനങ്ങളോ എടുക്കുന്നത് ഒഴിവാക്കുക. കടും നീല നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതിനാൽ നിർബന്ധിച്ച് പഠിക്കുന്നതിന് പകരം അല്പനേരം ധ്യാനിക്കുക. യുവജനങ്ങൾ ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ മറ്റുള്ളവരുടെ സഹായം തേടുക. അമിതമായി അധ്വാനിച്ച് ക്ഷീണിക്കരുത്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിസ്ഥലത്ത് ക്ഷമ അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് പ്രതികരിക്കരുത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ വിധിയാണോ അതോ നമ്മുടെ പരിശ്രമമാണോ കൂടുതൽ സഹായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ആദ്യമായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 7 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് വളരെ യാഥാർത്ഥ്യബോധമുള്ളതും നിർണായകവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾ വളരെ പ്രായോഗികവും ദൃഢനിശ്ചയവുമുള്ളവരായിരിക്കും. ജീവിതത്തിലെ വിവിധ കാര്യങ്ങളെ വളരെ തുറന്ന മനസ്സോടെയും പൊരുത്തപ്പെടാനുള്ള മനോഭാവത്തോടെയും നിങ്ങൾ സമീപിക്കും. നിങ്ങളുടെ ഈ പുതിയ ചിന്താഗതി നിങ്ങൾക്ക് പെട്ടെന്നും ദീർഘകാലാടിസ്ഥാനത്തിലും വലിയ നേട്ടങ്ങൾ നൽകും. വളർച്ചയെയും പുരോഗതിയെയും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കറുപ്പാണ്. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇന്ന് വീട്ടിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനത്തിന്റെ ദിവസമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പങ്കാളിയുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്.
പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധിവേദനയോ ദഹനപ്രശ്നങ്ങളോ അവഗണിക്കരുത്, സൂക്ഷിക്കുക. ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തൂ. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.